അർബൻ മണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു വെച്ചത് ETF-കളെ കുറിച്ചാണ്. അപ്പോൾ ETF-കൾ എങ്ങനെ നമുക്ക് SIP മോഡലിൽ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അതിന് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീറോ ബ്രോക്കറേജ് ഫോർ ഇൻട്രാഡേ F&O ആൻഡ് ഡെലിവറി എല്ലാത്തിലും സീറോ ബ്രോക്കറേജ് ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് നോക്കാം. അതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഫേമിന്റെ ഡെസ്ക്ടോപ്പ് ട്രേഡിംഗ് യൂസർ ഇന്റർഫേസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ SIP ചെയ്യേണ്ട ഈ ഒരു ഓപ്ഷന് നമ്മുടെ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല. അത് നമ്മൾ ഇതിന്റെ വെബ് പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഡാഷ്ബോർഡ് ഉണ്ടാവുക. ഇതൊരു ഡെമോ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നേരെ ഓർഡേഴ്സിലേക്ക് പോവുക. ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞിട്ട് SIP എന്ന് കാണും. SIP സെക്ഷനിലേക്ക് വന്നതിന് ശേഷം ക്രിയേറ്റ് SIP എന്ന് കൊടുക്കുക. ക്രിയേറ്റ് SIP കൊടുത്ത ഒരു SIP നെയിം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേരിടണമെങ്കിൽ പേരിടാം. ഞാൻ ETF എന്നിട്ടാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കാം. സ്റ്റാർട്ട് ഡേറ്റ് നിങ്ങൾക്ക് എല്ലാ മാസവും 5th മുതലാണ് വേണ്ടത് വെച്ചാൽ, അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഫ്രീക്വൻസി ഡെയിലി വേണോ, വീക്ക്ലി വേണോ, ഫോർട്ട്നൈറ്റ് വേണോ, അതായത് മന്ത്ലി വേണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൊടുക്കാം. നമ്മൾ മന്ത്ലി ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് SIPs നിങ്ങൾക്ക് എത്ര SIP വരെ ഇതേ കണ്ടീഷനിൽ ബൈ ചെയ്യണം ETF-കൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ 12 മാസം 1 വർഷം കൊടുത്തു. അടുത്തത് നമുക്ക് ഏതൊക്കെ ETF-കളിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ഗോൾഡ് പീസ് എന്ന് കൊടുക്കുകയാണ്. ഗോൾഡ് പീസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത്, എമൗണ്ട് ആണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എല്ലാ മാസവും 10 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് മേടിക്കേണ്ടത് വെച്ചാൽ നമുക്ക് 10 എന്ന് കൊടുക്കാം. അപ്പോൾ അല്ല, നിങ്ങൾക്ക് എമൗണ്ട് എല്ലാ മാസവും ഇതൊരു 5000 രൂപക്കാണോ നിങ്ങൾക്ക് മേടിക്കേണ്ടത്, 1000 രൂപക്കാണോ മേടിക്കേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എമൗണ്ട് 1000 എന്നിടുന്നുണ്ട്. നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. യുവർ SIP വിൽ ബി പ്ലേസ്ഡ് അറ്റ് 9:30 AM ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് ഡേറ്റ് ഇതാണ് 5-ാം തീയതി. എല്ലാ മാസവും 5-ാം തീയതി 9:30 മണിക്ക് കറക്റ്റ് ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ 5-ാം തീയതി കൊടുത്തത് കൊണ്ട് നമ്മൾ 3-ാം തീയതിയോ 4-ാം തീയതിയോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ SIP എമൗണ്ട് ഇതിലേക്ക് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ ആ എമൗണ്ട് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ലോഡ് ചെയ്ത് വെക്കണം. അപ്പോ ഇഫ് ദ ഡ്യൂ ഡേറ്റ് ഈസ് ഇൻ ദ മാർക്കറ്റ് ഹോളിഡേ, ഓർഡേഴ്സ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ദ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ. ഹോളിഡേസ് ആണെങ്കിൽ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ വർക്കിംഗ് ഡേയിലാണ് ഇത് ഓർഡർ പ്ലേസ് ചെയ്യുക. കറക്റ്റ് 9:30 മണിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. രജിസ്റ്റേർഡ് ഓൺ ഇന്നത്തെ ഡേറ്റ് നമ്മൾ ഇന്ന് രജിസ്റ്റർ ചെയ്ത് 25th മേക്കാണ്. ആക്റ്റീവ് ഇൻസ്റ്റാൾമെന്റ്സ് 12 എണ്ണം. പോസ് ചെയ്തിട്ടുണ്ടോ ഇല്ല. 12 ഇൻസ്റ്റാൾമെന്റ് വെച്ചിട്ട് ഇത് നമുക്ക് ഇനി ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ഷോ മെനു. അതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് വ്യൂ ചെയ്യാം. സ്റ്റാർട്ട് ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, ലാസ്റ്റ് എക്സിക്യൂഷൻ ഡേറ്റ് കൊടുത്തിട്ടില്ല. എക്സിക്യൂഷൻ ഡേറ്റ് 5/6/24 നമ്മളിത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 12 SIPs ആണ്. നമ്മൾ SIP ID അയച്ച് ഇവിടെ ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഡേറ്റ് മോഡിഫൈ ചെയ്യാം. മന്ത്ലി ആണെങ്കിൽ മന്ത്ലി മാറ്റിയിട്ട് നിങ്ങൾക്ക് വീക്ക്ലി ആക്കണോ, ഡെയിലി ആക്കണോ, SIPs-ന്റെ എണ്ണം കൂട്ടുക കുറക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നമുക്കിത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. പോസ് ചെയ്യണം. താൽക്കാലികമായിട്ട് ഇതൊന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് 1, 2, 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ SIP ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കാം. ഫ്ലാറ്റ് ട്രേഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വരാം. സീറോ ബ്രോക്കറേജ് ആണ്. അതേമാതിരി തന്നെ
സീറോ ബ്രോക്കറേജ് പ്രൈസിങ്, സീറോ ബ്രോക്കറേജ്, നിങ്ങൾക്ക് ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓൾ ആഡ് ഓർഡേഴ്സ്, ഇക്വിറ്റി ആണെങ്കിലും ഇൻട്രാഡേ ആണെങ്കിലും സീറോ ബ്രോക്കറേജ് ആണെങ്കിൽ സീറോ ഡിമാറ്റ് ചാർജസ്, സീറോ AMC ഫോർ ലൈഫ് ടൈം സീറോ AMC. പല ബ്രോക്കേഴ്സിനും 200 മുതൽ 400 500 വരെ ഇയർലി AMC വരുന്നുണ്ട്. അത് ഡിമാറ്റ് അക്കൗണ്ടിന്. ഇപ്പൊ 300 ആണെങ്കിൽ 300 പ്ലസ് GST അങ്ങനെ വരുന്നുണ്ട്. ഇതിന് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ആകെ വരുന്നൊരു ചെലവ് എന്ന് പറയുന്നത് അക്കൗണ്ട് ഓപ്പണിങ്ങിന് 200 രൂപ പ്ലസ് GST വരും. പിന്നെ DDPI എന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റോർണി. മുമ്പ് പവർ ഓഫ് അറ്റോർണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. DDPI എന്ന് പറയും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മേടിച്ച ഷെയർസ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഉണ്ടാവുക. നമ്മൾ ഇവിടുന്ന് സെൽഫ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത് വെക്കാനുള്ള ഒരു ഓത്തറൈസേഷൻ ആണ് ഈ DDPI. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഓത്തറൈസേഷൻ ഇത് 175 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വാൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം ഡിമാറ്റിന്റെ സെക്ഷനിൽ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ DISന് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓത്തറൈസേഷൻ ചെയ്തിട്ട് നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്ന സമയത്ത് ഓത്തറൈസേഷൻ ചെയ്തിട്ട് സെല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോക്ക് നമ്മൾ ഡിമാറ്റിന് സെല്ലായി പോകും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇതായിരുന്നു മെയിൻ ആയിട്ട് കാണിച്ചു തരേണ്ടിരുന്നത്. നമുക്ക് SIPs എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ETF-ൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ട് പെർഫോമൻസുകളൊക്കെ ഒന്ന് പ്രീവിയസ് പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട് നമുക്ക് ETF-കൾ. ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ETFs-കൾ ഇവിടെ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ITBs, എല്ലാ IT കമ്പനികളുടെയും, ഫാർമബീസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50നെ ട്രാക്ക് ചെയ്യുന്ന ഇതാണ് ETF ആണത്. ഇൻഫ്രാബ്രീസ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ്, ഓട്ടോബീസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികൾ, ഗോൾഡ് ബീസ്. ഇത് മെയിനാണ് ഞാൻ ചെയ്യാൻ നിങ്ങളുടെ റെക്കമെൻഡേഷൻ എന്നല്ല, ഞാൻ SEBI രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ല. പക്ഷെ നിങ്ങൾ നോക്കണം, നിങ്ങൾ നോക്കി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ടോ സംസാരിച്ച് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ETF-കളാണ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും കണ്ടപ്പോൾ ധാരാളം ETF-കൾ വേറെയുണ്ട്. എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളതും സേഫ് ആയിട്ടും എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.